ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അവരോടുള്ള വിശ്വാസം അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർക്ക് നഷ്ടമായിട്ടുണ്ടായിരിക്കും. സോ അത് വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഒട്ടുമിക്കവരും. അതായത് എന്നിലില്ലാതെ ആയിട്ടുള്ള നഷ്ടമായിട്ടുള്ള ഒരു വിശ്വാസം തിരിച്ചെടുക്കണം എന്ന് വിചാരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, അതായത് നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്ന ഒരു 4 ക്വാളിറ്റീസ്, ഈ ക്വാളിറ്റീസ് നിങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങളെ വിശ്വസിച്ച് തുടങ്ങുകയുള്ളൂ. മാത്രമല്ല, അങ്ങനെ വിശ്വസിച്ചിട്ടേ അവർക്കും കാര്യമുള്ളൂ. അതായത് ഈ പറയുന്ന 4 ക്വാളിറ്റീസ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ പറയുന്ന ക്വാളിറ്റീസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ഥിരതയാണ്. സ്ഥിരത ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന വാക്കുകൾക്ക്, നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്, നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും നമുക്ക് സ്ഥിരത ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റുന്നത്രയും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക, ആ വാക്ക് പാലിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ട് ആവരുത്. സ്ഥിരമായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി എപ്പോഴും എന്തെങ്കിലും ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എപ്പോഴും എല്ലാം ചെയ്യുക എന്നുള്ളതല്ല. അവർക്ക് ആവശ്യം വരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസം വീണ്ടെടുക്കാനായിട്ട് നമുക്ക് കുറച്ചൊക്കെ കഴിയും. അതിലേക്കുള്ള ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് നമുക്കിത് എടുക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടൊരു വിശ്വാസം നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ഥിരത തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എമ്പതിയാണ്. നല്ല രീതിയിലുള്ള എമ്പതി ഉണ്ടായിരിക്കണം. എമ്പതി എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ കൂടി നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ്. അവരെന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിലും, അതല്ല നിങ്ങൾ തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാം, ഇതെങ്ങനെയാണ് അവർക്ക് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നല്ല രീതിയിലുള്ള എമ്പതി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ അവരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ശരിക്കും നമുക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല വഴികളിൽ ഒന്നെന്ന് പറയുന്നത് എമ്പതിയാണ്. അതായത് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരാണെന്ന് വിചാരിച്ച് ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്കാണ് ആ ഒരു പ്രോബ്ലം വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, അവരെ നിങ്ങളോട് ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് പെരുമാറുകയോ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാം, നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള വേദന, അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മുറിവിൽ നിന്നും കിട്ടുന്ന ആ ഒരു വേദനയാണ് അവർ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങളായിരിക്കും തെറ്റുകാരായിട്ടുണ്ടാവുക. സോ അവരെ കുറ്റപ്പെടുത്തരുത്. പകരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എമ്പതി എന്ന് പറയുന്ന ആ ഒരു ഫീല്, അല്ലെങ്കിൽ അത് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി ആണ്. അതായത് ഇവിടെ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾ ഓപ്പൺ ആയിട്ട് അവരോട് സംസാരിക്കണം. അതായത് തുറന്ന പുസ്തകം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിലായിരിക്കണം നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. എല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ കഴിയണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഫോൺ അവരെടുക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് എടുത്ത് നോക്കാൻ പറ്റണം. അതായത് ഈ സമയങ്ങളിലൊന്നും നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള ആ ഒരു കാര്യത്തെ അവിടെ പറയാൻ പാടില്ല. അതായത് അങ്ങനെ ഒരു തർക്കമോ അല്ലെങ്കിൽ ആ രീതിയിലൊരു ചിന്തയോ ഉണ്ടാവരുത്. എനിക്ക് എൻ്റെ പേഴ്സണൽ സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കത് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് അവർക്ക് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ വിശ്വാസക്കുറവ് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പം നമ്മളത് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമാണ് അവർ നമ്മളെ വിശ്വസിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഇത് എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യമാണ്, എൻ്റെ അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്ന് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, അവർ നമ്മളെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒരു തുറന്ന പുസ്തകമായിട്ട് തന്നെ മാറുക എന്നുള്ളതാണ്. എല്ലാ രീതിയിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്ന് സംസാരിക്കുക. അവർക്ക് നമ്മളെക്കുറിച്ച് ഒരു സംശയം വരാൻ രീതിയിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തുറന്ന് സംസാരിക്കണം. അതായത് ഓപ്പൺ ആയിരിക്കണം നിങ്ങളുടെ മൈൻഡും. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുന്ന രീതിയിലായിരിക്കണം. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓണർഷിപ്പാണ്. എന്നോട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിങ്ങൾക്കാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഇനി ഒരിക്കലും അതിലൊരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല
ഇപ്പോൾ ഉണ്ടായതുപോലെ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം നിങ്ങളാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒന്ന് ഓക്കെ ആക്കി പാച്ചപ്പ് ആക്കി കൊണ്ടുവരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇനിയും അതിലൊരു ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉത്തരവാദിയാണ്. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ സ്വയമേ ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇത് എൻ്റെ റിലേഷൻഷിപ്പാണ്, ഇനി ഇതിലൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ രീതിയിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അങ്ങനെ അവരോടും നിങ്ങൾ പെരുമാറുക എന്നുള്ളതാണ്. അതായത് ഒരു രീതിയിലും നിങ്ങളിനി പ്രശ്നം ഉണ്ടാക്കില്ല, ഇത് നമ്മുടെ രണ്ടുപേരുടെയും ബന്ധമാണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ പറയുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള വിശ്വാസമൊക്കെ എന്തായാലും കൂടിക്കൂടി വരും. മാത്രമല്ല അവർക്ക് നിങ്ങളോട് വിശ്വാസം കൂടാനാണെങ്കിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാനാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ മുമ്പൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ മാത്രമാണ് അവർ നിങ്ങളെ വിശ്വസിക്കുകയുള്ളൂ, വിശ്വസിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും. മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവർക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനും നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഈ പറഞ്ഞ സ്വഭാവങ്ങൾ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ആ റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങളുടെ ആവശ്യമായിരിക്കാം, നിങ്ങളുടെ സന്തോഷം ചിലപ്പോൾ അതായിരിക്കും. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു വിശ്വാസക്കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതായിരിക്കാം. അപ്പോൾ ആരുടെ ഭാഗത്താണ് കുറ്റം തെറ്റെന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. പക്ഷേ ആ ഒരു വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ബന്ധം അല്ലെങ്കിൽ നമ്മളെ അത്രയും മനസ്സിലാക്കുന്ന ഒരാളെയൊന്നും കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ്, പക്ഷെ കൂടെ കൊണ്ടുപോകാനാണ് കുറച്ച് പ്രയാസമുള്ളത്. ചിലപ്പോൾ കുറേ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടായിരിക്കും, നമ്മൾ കുറേ അതിന് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. പക്ഷെ മനസ്സിലാക്കാം, എത്രയൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്താലും പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മളെ അത്രയും സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. സോ അത് മാത്രം മതിയാവും നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ഹാപ്പി ആയിരിക്കാനായിട്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവർക്കും എല്ലാ രീതിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്